ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ കാലം പുതിയ കാലമായതുകൊണ്ട് നമ്മളെ സ്കോപ്പൊക്കെ പോയതാണ്. ഇതിനേക്കാൾ തെറിച്ച കാലത്താണ് പ്രവാചകന്മാരൊക്കെ പണിയെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇനി പ്രവാചകന്മാര് വരൂല, അതേസമയത്ത് മുജദ്ദിദീങ്ങൾ വരും. ഇനി AI യുഗവും മറ്റൊക്കെ വരുമ്പോ മുജദ്ദിദീങ്ങൾ പ്രത്യക്ഷപ്പെടും. പല ദിക്കുകളായിട്ട് മുജദ്ദിദീങ്ങൾ പ്രത്യക്ഷപ്പെടും. അവർ അംബിയാവിന്റെ ദൗത്യമാണ് ഈ കാര്യം നിർവഹിക്കുക. അൽ ഉലമാ വറസത്തുൽ അംബിയാ. നമ്മൾ വിചാരിക്കുകയാണ് ഇതിപ്പോ അങ്ങനെ പഴച്ച കാലാണ്, ഈ കാലത്തായി പോയി ഞങ്ങളും ഇനി പഴക്കുക. അങ്ങനെയല്ലല്ലോ, ഇതിനേക്കാൾ പഴച്ച കാലത്താണ് ആൾക്കാർ ജോലി ചെയ്തിരുന്നത്. ആൾക്കാർ പ്രവാചകന്മാർ ഓരോ പണികൾ എടുത്തിരിക്കുന്നത്. ആ പ്രവാചകന്മാർ ചെയ്ത പണി തന്നെയാണ് എനിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, വളരെ ഫിറ്റായ ഇപ്പൊ ഇതിമൊന്ന് ഒരു കഷ്ണം എടുത്താലും കണ്ടത് എത്ര കൃത്യമായിട്ടാണ് അതിന്റെ അടിയിലുള്ള ആ ചാരൊക്കെ കൃത്യം, വളരെ കൃത്യമാണ് എന്നതുപോലെ വളരെ കൃത്യമായ ഒരിടത്ത്, ഏറെയും കുറവില്ലാത്ത ഒരിടത്താണ് നമ്മൾ അള്ളാഹു കൊണ്ടുവെക്കാൻ പോകുന്നത്. അത് ഈ പുതിയ കാലാണെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ പരിധിക്ക് അതൊന്നും വിചാരിക്കാൻ പറ്റൂല, അങ്ങനെ പറ്റൂല. അള്ളാഹു ഖബീർ ബിമാ തഅമലൂൻ, അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാം. ഹിക്മയിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നമ്മളെ ഒരിടത്ത് കൊണ്ടുവച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഇത് കൃത്യമായിട്ട് അവിടെ നിന്ന് എടുത്താൽ അവിടെ അത്രയും അവിടെ കൊണ്ടുവച്ചാലാണ് ഫില്ല്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിയമം, അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കണക്കാക്കിയിട്ട് ഒരിടത്ത് കൊണ്ടേ വെച്ചിരിക്കുകയാണ്. നമ്മളവിടെ അധികമാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഒരാൾ വിചാരിക്കുകയാണ് ഹിക്മ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിനൊപ്പം എവിടെയാണോ കൊണ്ടുവച്ചിരിക്കുന്നത്, ഞാൻ അവിടേക്ക് ഫിറ്റ് അല്ല എന്നൊരാൾ വിചാരിച്ചാൽ അവൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാണ്.